ചരിത്രമെന്നും ഗോളടിച്ചവന്റെ മാത്രമല്ലല്ലോ. 90 മിനിറ്റും ആ കുമ്മായ വരയ്ക്കുള്ളിൽ അവസാന തുള്ളി വീർപ്പ് കണങ്ങൾ ചൊരിയുമ്പോഴും ഒരു ഗോൾ മാത്രം മതി അവരെ മത്സരങ്ങളിൽ നിന്നും പാടെ മറന്നു പോകാൻ. ജാവിയർ സെനറ്റി, ജാവിയർ മസ്കരാനോ, റോബർട്ടോ അയാള, ഓസ്കർ ഉഗ്രി, വാൾട്ടർ സാമുവൽ, ഡാനിയൽ പസറല, ജുവാൻ പബ്ലോ സോറി, ആൽബർട്ടോ ടർണിറ്റി, റോബർട്ടോ സെൻസിനി തുടങ്ങിയ എത്രയോ ഇതിഹാസ താരങ്ങൾ ആ നീലയും വെള്ളയും കുപ്പായത്തിൽ അനശ്വര ആൽബി സെലസ്റ്റിൻ കാവ്യങ്ങൾ രചിച്ച് കടന്നുപോയ ഇതിഹാസ താരങ്ങളാണ്. എന്നാൽ അവരാരും സ്ട്രൈക്കർമാരായിരുന്നില്ല. ചോര കൊണ്ട് പ്രതിരോധം അത് തീർത്തവരായിരുന്നു. മറഡോണയും മെസ്സിയും ഡിമരിയും ഒക്കെയാണ് നമ്മുടെ ഇതിഹാസങ്ങൾ. ചങ്കുവിരിച്ചു നിന്ന പ്രതിരോധ നിരക്കാരെ പലപ്പോഴും നമ്മൾ മറന്നു പോകുമ്പോൾ ഈ കോപ്പ ടൂർണമെന്റിൽ ചോര ചിന്തിയിട്ടും മിശിഹായ്ക്കും മാലാഖയ്ക്കും കോപ്പയുടെ മാധുര്യം മതിയാവോളം നൽകിയ കാവൽ ഭടന്മാരുടെ കഥയാണിത്. എതിരെ വരുന്നവന്റെ ആക്രമണങ്ങളെ തടയുന്ന, ടീമിന്റെ വിജയത്തിനായി ഏതറ്റം വരെയും പോകുന്ന ആ 2 പേരാണ് ഇന്ന് അർജന്റീനയുടെ പ്രതിരോധത്തിൽ. They undoubtedly says that the best center back duo in the world, Lisandro Martinez and Coutir Romero. എന്തൊരു വർക്ക് റേറ്റ്! മരിച്ചു വീണിട്ടാണേലും ഗോൾ കടത്തി വിടില്ലെന്ന ആറ്റിറ്റ്യൂഡ്, മികച്ച അണ്ടർസ്റ്റാൻഡിങ്, എബോവ് ഓൾ ആ കുപ്പായത്തിനായി കളിക്കുമ്പോഴുള്ള എനർജി. 2 പേരും പോരാളികളാണ്. ചോരയുടെ മണമുള്ള ടാക്കിളുകൾക്ക് പേര് കേട്ടവർ, മികച്ച ബോൾ ക്യാരിങ് ആൻഡ് ബോൾ ഫോർവേഡ് സെന്റർ ബാക്സ്, ഒരാളുടെ പിഴവിനെ ഓവർകം ചെയ്യുന്ന മറ്റൊരു താരം. കാണുമ്പോൾ വലിയ ശാരീരിക മികവൊന്നുമില്ലെങ്കിൽ നെഞ്ചിൽ തീയും കാലിൽ ഉഗ്രരൂപവും മനസാന്നിധ്യവും കണ്ട് കളിക്കളത്തിൽ മുഴുവൻ സമയം തങ്ങളെ സമർപ്പിക്കുന്നവർ, ഗോളടിക്കാനും തടുക്കാനും കഴിയുന്നവർ. വരുന്നവർ ആരുമായിക്കോട്ടെ, ഏത് വമ്പരും ആയിക്കോട്ടെ, അവരുടെ നെഞ്ചിൽ തീ കോരിയിടാൻ കഴിയുന്നവർ. സ്ലൈഡിംഗ് ടാക്കിളും ഹെഡ് ബോൾ ഡോമിനൻസും ക്ലിയർ ഇന്റർസെപ്ഷനും അങ്ങനെയെല്ലാം തികഞ്ഞൊരു കൂട്ടുകൊട്ട്. വർഷം 2022. ഖത്തറിന്റെ പുൽമൈതാനത്ത് ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിന്റെ അധിക സമയത്ത് ആ നിർണായക ബ്ലോക്കിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. അത് അതിനെ അനുസ്മരിക്കുന്ന അതേപോലെ ഒരു ബ്ലോക്ക്. ഇന്ന് കൊളംബിയക്കെതിരെ 110-ാം മിനിറ്റിൽ മഗ്വേൽ ബോർഗയുടെ ആ ഷോട്ടിലേക്കുള്ള അവന്റെ ആ ബ്ലോക്ക്, എന്റെ പൊന്നോ, ഓരോ അർജന്റീന ആരാധകരും എങ്ങനെ അവനോട് നന്ദി പറയുന്നു. അതാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. എതിരാളികൾ അവസാനിച്ചെടുത്ത് നിന്ന് അവൻ ആരംഭം കുറിക്കും. അവിടെ ആ ബ്ലോക്കില്ലെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. ഈ കോപ്പയിൽ ഒരൊറ്റ ഗോൾ മാത്രമാണ് ആൽബി സെലസ്റ്റകൾ വഴങ്ങിയത്. അതും ലിസാൻഡ്രോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വഡോറിനെതിരെ പിറന്ന അവസാന മിനിറ്റുകൾ. ഈ കോപ്പയിൽ ആരും ഡ്രിബിൾ ചെയ്യാൻ കഴിയാത്ത ഒരു ഡിഫൻഡർ കൂടിയാണ് അർജന്റീനയുടെ ബുച്ചർ. ചോരത്തിളപ്പുമാറാൻ കഴിയാത്ത പ്രായത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ച ക്രിസ്റ്റ്യൻ റൊമേറോ. കൊളംബിയൻ ആക്രമണത്തിന് റൊമേറോയും ലിസാൻഡ്രോയും തീർത്ത കോട്ട കടക്കാൻ അവന്റെ അനുവാദം വേണമായിരുന്നു. ഈ കോപ്പയിലെ താരമായ ജെയിംസ് റോഡ്രിഗസും ലൂയിസ് ഡയസും ഒക്കെ ചങ്ങലക്കൂട്ടിനാൽ ബന്ധിക്കപ്പെട്ടു. ഫിസിക്കൽ ഗെയിമിന്റെ സകല അടവുകളും പയറ്റി കൊലകൊമ്പന്മാരെ മുട്ടുകുത്തിച്ച ആ പോരാളിയുടെ പേര് ഒരിക്കൽ കൂടി ഓർത്തുവെച്ചു. വരും കാലം ഇവന്റെ പേരിൽ അർജന്റീനിയൻ ഫുട്ബോളും ലോക ഫുട്ബോളിന്റെ പ്രതിരോധവും അറിയപ്പെടും. ഹിസ് നെയിം ഈസ് ക്രിസ്റ്റ്യൻ റൊമേറോ. ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ കോട്ട കാക്കുന്ന ഈ വിശ്വസ്ത കൂട്ടുകെട്ടിലാണ് ടാഗ്ലിയോഫിക്കയും മോണ്ടിയേൽ മക്വനെയും മൊളീനയും ഓട്ടമെന്റെയും ഒക്കെ അണിനിരുന്നത്. ഒരു കാലത്ത് കിരീടങ്ങൾ കിട്ടാക്കനിയായിടത്ത് നിന്ന് 4 തുടർ കിരീടങ്ങൾ റൊസാരിയോയെ മുത്തശ്ശിമാർക്കായി നൽകിയത് ലയണൽ സ്കലോണിയുടെ ഈ വിശ്വസ്ത കൂട്ടുകെട്ടാണ്. ഇവരുടെ കോൺഫിഡൻസും അഹങ്കാരവും ലോകത്തിലെ 1-ാം നമ്പർ ഗോൾ കീപ്പർ പോസ്റ്റിലുള്ളത് എന്ന് തന്നെയാണ്.